ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നബിദിനാശംസകളും. അപ്പോൾ ഇന്ന് നമ്മൾ ലൈവിൽ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റണ ഫാത്തിമയും നമ്മുടെ ബിന്നിയും കൂടി തമ്മിലുള്ള ചർച്ചയാണ്. അവർ രണ്ടുപേരും കൂടി ഒരിടത്ത് കിടന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനുമോള് ജിസൈലിനെയും ആര്യനെയും കൂടി വച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവർ തമ്മിൽ ഉള്ള ഒരു എന്താണ് ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്തൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുത്സിതങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഇതേക്കുറിച്ചിട്ടാണ് നമ്മുടെ ബിന്നിയും റണ ഫാത്തിമയും തമ്മിൽ പറയുന്നത്. അപ്പൊ റണ ഫാത്തിമ പറയുന്നുണ്ട്, ആര്യൻ ഇങ്ങനെ ചുമ്മാതിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ജിസൈലിന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്, വിരലിൽ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. അപ്പൊ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പിടിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ആരാണ്? റണ ഫാത്തിമ. റണ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷെ എന്നാൽ പോലും പുള്ളിക്ക് നല്ല ലോകപരിചയമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഫാമിലിയെ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതും ഈ ഒരു പെൺകുട്ടിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ബിന്നി ആണെങ്കിലോ നല്ല പക്വതയുള്ളൊരു സ്ത്രീയാണ്, അവരൊരു ഡോക്ടറാണ്. അപ്പോൾ ഈ ബിന്നി അതിന് ശരിവെക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ബിന്നി പറയുന്നത്, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, അവരുടെ രീതികളൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെ തോന്നുന്ന ആളുകളാണെങ്കിൽ അനുമോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞത് ഇവർ പുതപ്പിനടിയിൽ കുഴിച്ചത് നടത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും അനുമോൾ ഇത് പറഞ്ഞപ്പോൾ ആക്രമിക്കാൻ ചെന്നവരുടെ കൂട്ടത്തിൽ മുന്നിൽ തന്നെയായിരുന്നു ഇവരും ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ ആ സമയത്ത് ഒന്നുകിൽ പ്രതികരിക്കാതിരിക്കാമായിരുന്നു. വീറോടുകൂടി പ്രതികരിച്ചിട്ട് ഇപ്പൊ എന്തു പറ്റി? അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നല്ലോ. നമ്മൾ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചും വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. എന്നാൽ പോലും നിങ്ങളുടെ പെരുമാറ്റത്തിൽ ചെറിയ രീതിയിലുള്ള ഡൗട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് എന്നെങ്കിലും പറയാമായിരുന്നല്ലോ. അപ്പോൾ അത്രയ്ക്കുള്ള ധൈര്യമൊന്നും ഇല്ലേ ഇവർക്കൊന്നും? ശരിക്കും ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നിടത്തോളം ഇവർക്കൊക്കെ അനീഷിന്റെ മെക്കിട്ട് കയറാൻ മാത്രമേ ധൈര്യം ഉള്ളെന്നാണ്. അതാകുമ്പോ വന്നവനും വഴിയെ പോയവനും അണ്ടനും അടകോടനും എല്ലാ എണ്ണത്തിനും ചെന്ന് ഫൈറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് അനീഷ് എന്ന് പറയുന്ന ആളുടെ നെഞ്ചത്ത്. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ശരിക്കും വളരെ മോശമായിട്ടുണ്ട്, വളരെ മോശമാണ് ബിന്നിയുടെ ഈ ഒരു സംസാരം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അനുമോള് പറയുന്നത് പോലെ നിങ്ങൾക്ക് വെട്ടി തുറന്നു പറയാം. അത് അല്ലാത്ത പക്ഷം മറഞ്ഞിരുന്ന് പരദൂഷണം പറയുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ബിന്നി ബിഗ് ബോസിൽ വന്നതിന് ശേഷം ബിന്നിക്ക് നല്ല രീതിയിൽ പുറത്ത് നെഗറ്റീവ് ആയിട്ടുണ്ട്. ബിന്നി നേരത്തെ ഗീതാ ഗോവിന്ദത്തിലെയൊക്കെ ഡബിൾ റോളൊക്കെ ചെയ്ത് അമ്മച്ചിമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ മനസ്സിൽ ഇടം നേടിയ ഒരാളായിരുന്നു ബിന്നി. എന്നാൽ ബിന്നി ആണേൽ നേരെ ബിഗ് ബോസിനുള്ളിൽ കയറിയതിന് ശേഷം കുത്തിത്തിരിപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു നിന്ന് ഒളിയം പയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുക. അതാണ് പുള്ളിക്കാരത്തിയുടെ മെയിൻ ആയിട്ടുള്ളത്. ഒരുപക്ഷെ അത് അവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ കാണുമ്പോൾ അതിനെ നമുക്കൊരിക്കലും ഗെയിം പ്ലാൻ ആണെന്ന് അറിയാമെങ്കിൽ പോലും നമുക്കത് അവരുടെ ക്യാരക്ടർ ആണെന്നും പറയാൻ സാധിക്കും. രണ്ട് രീതിയിലും പറയാം അല്ലേ? ക്യാരക്ടർ ആണെന്നും പറയാം, ഗെയിം ആയിരിക്കും എന്നും പറയാം. അപ്പോൾ ഇതിൽ റിയൽ ആയിട്ടുള്ള ബിന്നി ഏതാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ റണ ഫാത്തിമയൊക്കെ അനീഷിന്റെ അടുത്തൊക്കെ ഒന്ന് കഴുത്ത് നീട്ടാനുള്ള, നാക്കിട്ടടിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ കിടന്നു ഇരുന്നും നിന്നും നടന്നും ഒക്കെ അത് എങ്ങനെയെങ്കിലുമൊക്കെ പ്രാവർത്തികമാക്കി എടുക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള റണ ഫാത്തിമയ്ക്ക് പോലും ഒരു കാര്യം വെട്ടി തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ലേ ജിസൈലിനോടും ആര്യനോടും? എന്നാൽ ആ ഒരു കാര്യത്തിൽ നല്ല ധൈര്യം കാണിച്ചിട്ടുള്ള ആളാണ് അനുമോൾക്കും ശരിക്കും കണ്ടു എന്ന് പറയുന്നു ബെഡ്ഷീറ്റിനുള്ളിൽ. അതെന്താണെന്ന് പോലും അവർക്ക് വ്യക്തതയില്ല. പക്ഷെ വ്യക്തതയില്ലാത്ത കാര്യത്തിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുന്നു. എന്തായാലും കൊള്ളാം. എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഇതിന്റെ കല്ലും നെല്ലും ഒക്കെ തിരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ ഒരു വിഷയം, ജിസയിലും ആര്യനും തമ്മിലുള്ള ഒരു വിഷയം ബിഗ് ബോസ് വീടിനുള്ളിലും അകത്തും പുറത്തും ഇതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഉറപ്പായിട്ടും അടുത്ത വീക്കിൽ ഈ ഒരു വിഷയം മെയിൻ വിഷയമായിട്ട്
ലാലേട്ടൻ എടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണ്? നിങ്ങൾ അനുമോൾ പറഞ്ഞ കാര്യം സത്യസന്ധമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഊഹാപോഹത്തിന്റെ പേരിൽ ആരും അങ്ങനെ ഒരു ആരോപണം ആരെയും പറയരുത് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുമല്ലെങ്കിൽ ഇപ്പോ ബിന്നിയും നമ്മുടെ റിഡ ഫാത്തിമയെ മാറി നിന്ന് ചർച്ച ചെയ്യുന്നതിനോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? നിങ്ങൾ അതിനെതിരെ പ്രതികൂലിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ, വിശ്വസിക്കാതിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും